വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുണ്ടല്ലോ എല്ലാവരും സുഖമായിട്ടിരിക്കണം, ഞാനും സുഖമായിട്ടിരിക്കണം, കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ കുമ്പളങ്ങ വെച്ചിട്ടാണ്, വലിയൊരു കുമ്പളങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് പെട്ടെന്ന് ഇവിടെ ഞങ്ങൾ 4 പേരുണ്ട്, 4 പേർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലൊരു കറി. അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, ചേച്ചിമാർക്ക്, തിരക്കുള്ള ആൾക്കാർക്കും, മോളൂഷ്യം എല്ലാവർക്കും അറിയാം. എന്നാലും കുമ്പളങ്ങ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കറി ഉണ്ടാക്കണേക്കാളും പിന്നെ ക്ലീനിങ് കേട്ടോ, അത് അപ്പം തന്നെ ഞാൻ ചെയ്യും. നമുക്ക് പണിയാണ്, എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അധികം പണി എടുക്കണ്ടല്ലോ. അപ്പോൾ ഈ വേസ്റ്റ് ഉണ്ട് അപ്പം തന്നെ കളഞ്ഞ നാട്ടിൽ പറമ്പിലൊക്കെ കൊണ്ടിടുന്ന സാധനം നമ്മളിവിടെ കവറിലാക്കിയിട്ട് നാളെ വേസ്റ്റിന് കൊടുക്കും. അതാണ് കേട്ടോ. ഇനി നമുക്ക് കുക്കറിലേക്ക് നമ്മുടെ കുമ്പളങ്ങയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാം കേട്ടോ. ഞാനിങ്ങനെ ചെയ്യണേ, കുറച്ച് മോനും കൂടി മാറ്റി വയ്ക്കണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് പച്ചമുളകും വേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ച് ഇതാക്കും കേട്ടോ. പരിപ്പും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. പരിപ്പും കൂടി ഇട്ടിട്ട് വിസിലടിപ്പിക്കും. അപ്പോൾ കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് മീൻ വറുത്തതും കൂട്ടി കഴിക്കാമെന്ന് വെച്ച് അതെടുക്കാം കേട്ടോ. ഈ മാന്തൾ പട്ടത്തി എന്നൊക്കെ പറയും. ഈ മാന്തളിൻ്റെ വെള്ളത്തിനെ നിങ്ങൾ എന്താ പറയുകയെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പട്ടത്തി എന്നാണ് കേട്ടോ പറയാം. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് നമുക്ക് എല്ലാം ശരിയാക്കി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ സാധാ മസാല കേട്ടോ പറ്റണേ. മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇല്ല കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും, പിന്നെ ഞാൻ കുറച്ച് പുളിവെള്ളം കൂടി പിഴിഞ്ഞ് വയ്ക്കട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് വരഞ്ഞ് അതിലേക്ക് മസാല പിടിപ്പിച്ചാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. അമ്മ അതിൽ കുരുമുളക്, പച്ചക്കുരുമുളകൊക്കെ അരച്ച് ചേർത്ത് വറുക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പക്ഷേ നമുക്കിപ്പോൾ പച്ചക്കുരുമുളകൊന്നും കിട്ടാനില്ല, പിന്നെ അമ്മയൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പുളിയൊക്കെ ഒഴിച്ച്, കൂടിക്കഴിഞ്ഞാലും പുളി കൂടി പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആവശ്യത്തിന് ഒഴിച്ച് വറുത്തെടുത്തിട്ട് ഊണിക്കാം കേട്ടോ. അപ്പം നമ്മുടെ കറിയും മുളകും മീനും പിന്നെ അച്ചാറും ഇപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ആർക്കാ വേണ്ടി വെച്ചാൽ അതെടുക്കാം. അപ്പം ഞാൻ മറ്റേ മീൻ വറുത്ത എണ്ണയിലേക്ക് ചോറിട്ടിട്ട് അതും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.